ജാതി സംവരണം ഉള്ളത് എവിടെയാണ്? സർക്കാർ മേഖലയിൽ. വിദ്യാഭ്യാസത്തിലുണ്ടോ? ഓക്കെ, അതിന്റെ ഗുണങ്ങളൊക്കെ ചിലപ്പോൾ കമ്പാരിറ്റീവ്ലി ചിലപ്പോൾ കിട്ടിക്കാണും. കാരണം ഈ കട്ട് ഓഫ് മാർക്കൊക്കെ ചില പരീക്ഷകളിലൊക്കെ ചില ഗ്രൂപ്പുകൾക്കുണ്ട്. OBC-ക്ക് ഉണ്ട്, അതേപോലെ SC/ST-ക്ക് ഉണ്ട്. അത് നമ്മുടെ IIT-ക്കുള്ള പരീക്ഷ മുതൽ മറ്റ് പലതരം പരീക്ഷകളിലും ഉണ്ട്. പ്രത്യേകിച്ച് എൻട്രൻസ് മോഡൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഈ ജാതി സംവരണം കൊണ്ട് കണക്കെടുത്തു കഴിഞ്ഞാൽ എത്ര ജാതികൾക്ക് ഗുണമുണ്ടായി എന്ന് നോക്കുമ്പോൾ ഇന്ത്യയിൽ സാമ്പത്തിക അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ജോലിയാണ്. ജോലി, മിനിമം ബിസിനസ്സൊക്കെ ഉണ്ട്, അത് രണ്ടാമത്തെ കാറ്റഗറിയിലാണ്. പ്രധാനമായിട്ട് ഇന്ത്യക്കാർ നോക്കുന്നത് ജോലിയാണ്. ഈ സർക്കാർ ജോലിയിലാണ് ഈ തരം ജാതി സംവരണത്തിൻ്റെ ഒരു പ്രധാന ഘടകമുള്ളത്. പ്രൈവറ്റ് മേഖലയിലില്ല. അപ്പോൾ സർക്കാർ ജോലി ഇന്ത്യയിൽ എത്ര ഉണ്ട്? നിങ്ങൾ കണക്കെടുത്ത് നോക്കൂ. നിങ്ങൾ കണക്കൊക്കെ എടുത്ത് നോക്കി പരിശോധിക്കൂ എത്ര സർക്കാർ ജോലിയുണ്ട്. ഈ സർക്കാർ മേഖലയിൽ ഉള്ള ജോലികൾ കൊണ്ട് ഈ സോക്കോൾഡ് ജാതികൾക്ക് എന്ത് ഉന്നമനമാണ് ഉണ്ടാകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കലി, കണക്ക് പ്രകാരം.